പരിശുദ്ധാത്മാവ് ഒരിക്കലും സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ആളല്ല. ഏകീകൃത കുർബാന അർപ്പിക്കാത്തവരൊക്കെ പൗരോഹിത്യ വൃത്തിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. നിങ്ങളോട് മാർപ്പാപ്പ എന്താണ് പറഞ്ഞത്? സിനഡിന്റെ തീരുമാനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഇല്ല എന്നല്ലേ? ഇതൊക്കെയാണോ ഒരു മെത്രാനാകാനുള്ള യോഗ്യത? നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. സീറോ മലബാർ സഭയുടെ സിനഡിന് താളം തെറ്റുന്നുവോ? സഭാ വിരുദ്ധ വിമതർ മെത്രാന്മാരുടെ ഗണത്തിലേക്ക് എണ്ണപ്പെടുകയാണോ? സഭയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന വൈദികരെ തഴഞ്ഞുകൊണ്ട് രണ്ട് പക്ഷത്തും കാലൂന്നി നിൽക്കുന്ന സഭയോടൊപ്പവും സഭയുടെ ശത്രുക്കളോടൊപ്പവും, മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടൊപ്പവും മാമോനോടൊപ്പവും നിൽക്കുന്ന ചില വൈദികരെ മെത്രാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടോ? ഇതാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമായി തീരുന്നത്. വൈദികരെ മെത്രാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ എന്ത് യോഗ്യതയാണ് അവർക്ക് നോക്കേണ്ടത്? തങ്ങളോടൊപ്പം കൂടുതൽ വൈദികർ ഉണ്ട് എന്നുള്ള യോഗ്യതയോ, അതോ തങ്ങൾക്ക് വാക്ചാതുര്യമുണ്ട് എന്നുള്ള യോഗ്യതയോ, അതോ സോഷ്യൽ മീഡിയയിൽ തങ്ങൾ VVIPകളാണ് എന്നുള്ള പ്രത്യേകതയോ, അതോ ചില മെത്രാന്മാർ തങ്ങളുടെ ഹിതേഷികളാണ് എന്നുള്ള പ്രത്യേകതയോ? അങ്ങനെയുള്ളവരെ ആണോ മെത്രാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത്? ഇപ്പോഴും രണ്ടും മൂന്നും തട്ടിൽ നിൽക്കുന്ന മെത്രാൻ സിനഡിലേക്ക് ദൈവചിന്തയുള്ള, മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന നൽകുന്ന, ദൈവാരാധനയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന, സഭയുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്നവരെ അല്ലേ മെത്രാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത്? മെത്രാൻ സംഘം എങ്ങനെയാണ് സമ്മർദ്ദത്തിലേക്ക് വഴങ്ങി തങ്ങളുടെ തീരുമാനമെടുക്കുന്നത്? പരിശുദ്ധാത്മാവ് ഒരിക്കലും സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ആളല്ല എന്നുള്ളതല്ലേ വിശ്വാസ സത്യം? അങ്ങനെ വരുമ്പോൾ സിനഡിന്റെ തീരുമാനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഇല്ല എന്നല്ലേ അത് അർത്ഥമാക്കുന്നത്? മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങളിൽ എന്ന് വെച്ചാൽ ചില പ്രത്യേക മെത്രാന്മാരുടെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ചില വൈദികരെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തുമ്പോൾ അത് ആസന്ന ഭാവിയിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഭാവിയിലെ സഭാ നേതൃത്വത്തെയും സഭാ മക്കളെയും ചതിക്കുന്നതിന് തുല്യമല്ലേ എന്ന് സിനഡ് ഒന്നുകൂടി ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് സഭയുടെ മുൻ തലവനായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെയാണ്. കാരണം അദ്ദേഹം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വിമതർക്കെതിരെ നടപടിയെടുക്കാതെ മൗനത്തിലിരുന്നത് കാരണമാണ് അദ്ദേഹത്തിന് സ്വയം അപഹാസ്യനായിട്ട് തന്റെ സ്ഥാനമൊഴിഞ്ഞ് പുറത്തേക്ക് പോകേണ്ടി വന്നത് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരെയും ഉപദേശിക്കുവാൻ എളുപ്പമാണ്. നമുക്കറിയാം, നമ്മുടെ പല മെത്രാന്മാരും വീഡിയോകൾ വഴി, ചാനലുകൾ വഴി വിശ്വാസികളെ ഉപദേശിക്കുന്ന പല വീഡിയോകളും നമ്മൾ കാണാറുണ്ട്. ഈ ഉപദേശം ഇവർ എന്തുകൊണ്ട് സിനഡിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്ന കാര്യം. ഇതിപ്പോൾ ചർച്ച ചെയ്യുവാൻ കാരണം അടുത്ത സിനഡിൽ ചില നവനിയുക്ത മെത്രാന്മാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്ന വിവരം. ഞങ്ങളോടൊപ്പം വൈദികരുണ്ട്, ഞങ്ങളുടെ പിറകിൽ ഇന്ന മെത്രാന്മാരുടെ സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള തങ്ങളുടെ ഗുണങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് പല വൈദികരും രംഗത്തുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെയാണോ ഒരു മെത്രാനാകാനുള്ള യോഗ്യത സീറോ മലബാർ സഭയിലെന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾക്ക് സീറോ മലബാർ സഭയിലും സഭയുടെ മെത്രാൻ സിനഡിലും ഒരു വിലയുമില്ലേ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം സഭാപിതാക്കന്മാർക്കുണ്ട്. അവർ പറയുന്നത് പോലെ ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്ന് സീറോ മലബാർ സഭയിൽ ഉണ്ടായിരിക്കുന്ന ഈ അപച്യുതി ഉണ്ടാകുമായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ നവരത്ന മെത്രാന്മാർ എന്ന പേരിൽ കുറച്ച് മെത്രാന്മാരെ തരം തിരിച്ച് മാറ്റിക്കാണുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള പ്രാദേശിക വാദങ്ങൾ ഉണ്ടാകുമായിരുന്നു. പ്രാദേശിക വാദം എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു പ്രാദേശിക വാദത്തെ പറ്റി പറയാതെ തരമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഈ പ്രാദേശികവാദത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ഇപ്പോൾ തൃശൂർ ലോബിയുടെ കളികൾ എന്നാണ് ജനങ്ങൾ പറയുന്നത്, വിശ്വാസികൾ പറയുന്നത്. നമുക്കറിയാം, മാർ ബോസ്കോ പുത്തൂരിനെ വത്തിക്കാൻ പ്രത്യേകമായിട്ട് വത്തിക്കാനിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടിരുന്നു. രാജിവെച്ചൊഴിയുവാൻ മാർപ്പാപ്പയും വത്തിക്കാനും ആവശ്യപ്പെട്ട കാര്യം വോയിസ് ഓഫ് ട്രൂത്ത് തന്നെ നേരത്തെ ബ്രേക്ക് ചെയ്ത കാര്യമാണ്. എന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന
ഏറ്റവും പുതിയ വിവരം, മാർ ബോസ്കോ പുത്തൂരിന് വേണ്ടിയിട്ട് സഭാ തലവൻ കമഴ്ന്ന് വീണ് കാല് പിടിച്ചിരിക്കുന്നു. മാർ ബോസ്കോ പുത്തൂർ അനുസരിക്കും, മാർപ്പാപ്പയെ പൂർണ്ണമായിട്ടും അനുസരിക്കും. അദ്ദേഹത്തിന് ഒരവസരം കൂടി കൊടുക്കണമെന്നാണ് സഭാ തലവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ആവശ്യത്തോട് തൃശൂർ ആർച്ച് ബിഷപ്പും മൗന സമ്മതം മൂളി എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഈ 3 പേരും തൃശൂർ സ്വദേശികളാണ്. ഇതിന് അനുകൂല നിലപാടെടുക്കുന്ന മാർ പാമ്പ്ലാനിയെ പറ്റി പറയുമ്പോൾ, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുവാൻ തുനിയുന്ന വ്യക്തി, അല്ലെങ്കിൽ എല്ലാം നശിപ്പിച്ച് തന്റെ സ്ഥാനമുറപ്പിക്കുന്ന വ്യക്തി എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. ഇങ്ങനെ സഭയ്ക്ക് അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ വായി തുറന്ന് സംസാരിക്കേണ്ട പെരുന്തോട്ടം പിതാവിനെ പോലെയുള്ളവർ മൗനം അവലംബിക്കുമ്പോഴാണ് ഇവിടെ അതിശയം തോന്നുന്നത്. താൻ സ്ഥാനമൊഴിയാൻ പോകുന്ന സമയത്ത് എന്തിന് ഇവരുടെ ഇടയിൽ കിടന്ന് അടിവെക്കണം? ഇവരുടെ തോന്നിവാസം കാണിക്കട്ടെ, ഞാൻ ഏതായാലും സ്ഥാനമൊഴിയാൻ പോവുകയാണ്, എന്തിന് പേര് നശിപ്പിക്കണം? അല്ലെങ്കിൽ തന്നെ ഞാൻ മാത്രം പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് അദ്ദേഹം ചിന്തിച്ചാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാൻ ഒക്കുമോ എന്നും വിശ്വാസികൾ ചോദിക്കുന്നു. എങ്കിലും സഭയുടെ ഈ നാശോന്മുഖമായ സമയത്ത് ധീരമായ നിലപാടാണ് മാർ ജോസഫ് പെരുന്തോട്ടം പോലെയുള്ള അഗ്രഗണ്യനായ ആർച്ച് ബിഷപ്പിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് അത്രയുമെങ്കിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മെത്രാനാണ് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ അദ്ദേഹവും നിർവികാരനായി തീരുകയാണ്. ഇങ്ങനെ നിർവികാരതയുള്ള മെത്രാന്മാരുടെ ഒരു കൂട്ടമുള്ളത് കൊണ്ടാണ് തീർത്തും നിർവികാരനായ ഒരു സഭാ തലവനെ സഭയുടെ തലയിലേക്ക് കെട്ടിവെക്കുവാൻ ഇവർ തയ്യാറായത്. ആരെന്ത് പറഞ്ഞാലും ഹാ ഹാ എന്ന് വിളിക്കുന്ന ഒരു സഭാ തലവനെയാണോ നമ്മൾക്ക് ആവശ്യം? അല്ലെങ്കിൽ 2 പക്ഷത്തും നിൽക്കുന്ന ഒരു സഭാ തലവനെയാണോ ഇന്ന് സീറോ മലബാർ സഭയ്ക്ക് ആവശ്യം? വിശ്വാസികളോടൊപ്പവും വിമതരോടൊപ്പവും 2 പേരെയും സുഖിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇനിയും സീറോ മലബാർ സഭയുടെ തലവനാകില്ല. കാരണം മാർപ്പാപ്പ അന്തിമ ശാസനം നൽകി കഴിഞ്ഞു. ഇവിടെ വിമതർക്കെതിരെ നടപടിയെടുക്കാത്ത സഭാ തലവന്റെ കൂറ് ആരോടാണ് എന്നും വിശ്വാസികൾ മേജർ ആർച്ച് ബിഷപ്പിനോട് ചോദിക്കുകയാണ്. താങ്കൾക്ക് കൂറ് മാർപ്പാപ്പയോടും കത്തോലിക്ക സഭയോടും സീറോ മലബാർ സഭയുടെ സിനഡിനോടുമാണോ, അതോ എറണാകുളത്തെ കൈവിരലിൽ എണ്ണാവുന്ന വിമതരോടും വിമത ലോക തൊഴിലാളികളോടുമാണോ എന്ന് മാർ റാഫേൽ തട്ടിൽ പിതാവിനോട് വിശ്വാസികൾ ഒന്നടങ്കം ചോദിക്കുന്നതാണ് ഇപ്പോൾ കാലം കാണുന്നത്. ഇവിടെയാണ് 2 പക്ഷത്തും കാല് ചവിട്ടി നിൽക്കുന്ന സഭാവിരുദ്ധരോടും ഒപ്പം നിൽക്കുന്ന ചില വൈദികരെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തുവാനുള്ള ചരടുവലികൾ, ഗൂഢാലോചനകൾ ചില മെത്രാൻ കൂട്ടങ്ങളുടെ ഇടയിൽ, സിനഡ് മുഴുവനല്ല മെത്രാന്മാരിൽ തന്നെ ചില ഗ്രൂപ്പുകളുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അവർ അവരുടെ ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയാനുള്ള 2 പേരുകളാണ് ഫാദർ തോമസ് പൂച്ചേക്കാട്ട് അലിയാസ് ജിമ്മി പൂച്ചേക്കാട്ട് എന്ന വ്യക്തിത്വത്തിൻ്റെത്. അദ്ദേഹം നല്ല ഒരു വൈദികനാണ് എന്ന് ചിലർ പറയുമ്പോൾ മറ്റു ചിലർ പറയുന്നത് അദ്ദേഹം ഒരു വിമത വൈദികനാണ് എന്നുള്ളതാണ്. ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടിന്റെയും ഫാദർ വർഗീസ് മണവാളന്റെയും ട്രാൻസ്ഫർ ഓർഡർ വന്ന കാര്യം ഇന്ന് എല്ലാവർക്കും അറിയാം. ഇവരെ 2 പേരെയും മൗണ്ടിൽ നിന്ന് പ്രത്യേക അനുമതിയോടുകൂടി പ്രത്യേക സ്ഥലമാറ്റം നടത്തി ഫാദർ വർഗീസ് മണവാളനെ സെന്റ് മേരീസ് ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും ഫാദർ ജിമ്മി പൂച്ചേക്കാടനെ എറണാകുളം മൈനർ സെമിനാരിയുടെ റെക്ടറായിട്ടും നിയമിക്കുമ്പോൾ 2 പേരും സഭയുടെ നേതൃത്വത്തിന് വ്യക്തമായി എഴുതി കൊടുത്തിരുന്നു, ഞങ്ങൾ സീറോ മലബാർ സഭയുടെ ഏകീകൃത ബലിയർപ്പണം നടത്തുവാനും ഏകീകൃത ബലിയർപ്പണം നടത്തിക്കൊള്ളാമെന്നും അതിനുവേണ്ടി അക്ഷീണ പ്രയത്നം നടത്തുമെന്നുമാണ്. എന്നാൽ ഇവർ 2 പേരും അത് പൂർണ്ണമായും പാലിച്ചോ എന്നുള്ളത് സംശയത്തിന് ഇടവരുത്തുന്നു. ഏതായാലും ഫാദർ വർഗീസ് മണവാളൻ ഇതിന് ഒന്നുമേ ചെയ്തില്ല എന്നുള്ളത് നഗ്ന സത്യമാണ്. ഇവിടെ വർഗീസ് മണവാളന്റെ ചതിയുടെ കഥയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ചാർജ് എടുത്തതിന്റെ അടുത്ത് തന്നെയാണ് വലിയ ആഴ്ച കടന്നു വന്നത്. സാധാരണ നിലയിൽ വലിയ ആഴ്ചയുടെ ദിവസങ്ങളിലൊക്കെ എറണാകുളം ബസലിക്കയിൽ നിന്ന് തിരിയാൻ പറ്റാത്ത ജനസമുദ്രമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം മുൻപ് മാർ ജോർജ് ആലഞ്ചേരിയുടെ ഓശാന തിരുനാൾ ബലിയർപ്പണ സമയം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജനസമുദ്രമായിരുന്നു സെന്റ് മേരീസ് ബസലിക്കയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള ചിത്രങ്ങൾ നോക്കുക. ഇവിടെ മാർ ബോസ്കോ
പുത്തൂർ നയിക്കുന്ന ദുഃഖ വെള്ളിയാഴ്ച ചടങ്ങുകളാണ്. ഇവിടെ എത്ര പേരാണ് സെന്റ് മേരീസ് ബസിലിക്കയിലുള്ളത്? ബസിലിക്ക കട്ടിച്ച് നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ വിശ്വാസികൾ പോലും മടുത്തു കഴിഞ്ഞു. വിശ്വാസികൾക്ക് ആവശ്യമായ സഭയുടെ ഔദ്യോഗിക കുർബാന നടക്കാത്തിടത്തോളം കാലം വിശ്വാസികൾ മടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദേവാലയങ്ങളിലേക്ക് പോലും വിശ്വാസികൾ വരാൻ മടിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകീകൃത ബലിയർപ്പണം നടത്തിക്കൊള്ളാമെന്നും അതിനുവേണ്ടി അശാന്ത പരിശ്രമം നടത്തുമെന്നും എഴുതി കൊടുത്തിട്ട് വന്ന മിസ്റ്റർ വർഗീസ് മണവാളൻ വീണ്ടും വീണ്ടും സഭയെ ചതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത ചതി നടന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. അതെന്താണെന്ന് വെച്ചാൽ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ ഒരു വിവാഹം കൂദാശ ചെയ്യപ്പെട്ടു. അത് മറ്റാരുടെയുമല്ല, ആ ഇടവകയിലെ തന്നെ ഒരു വൈദികന്റെ ഇരട്ട സഹോദരന്റെ വിവാഹമാണ് കൂദാശ ചെയ്യപ്പെട്ടത്. ഈ കൂദാശ കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികനായി പങ്കെടുത്തത് എറണാകുളം രൂപതയുടെ മുൻ സഹായമെത്രാനായിരുന്ന, ഇപ്പോൾ ഫരീദാബാദ് ഡൽഹി രൂപതയുടെ സഹായമെത്രാനായിരിക്കുന്ന മാർ ജോസ് പുത്തൻ വീട്ടിലാണ്. അദ്ദേഹത്തോടൊപ്പം മോൺസിഞ്ഞോർ ആന്റണി നരികുളവും ഫാദർ വർഗീസ് മണവാളനും അതോടൊപ്പം എറണാകുളം രൂപതയുടെ കുരിയായിലെ മഹാന്മാരും പങ്കെടുത്ത ചടങ്ങായിരുന്നു ഈ വിവാഹ ചടങ്ങ്. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിവാഹ ചടങ്ങിനോട് അനുബന്ധമായിട്ട് പരിശുദ്ധ ബലിയർപ്പണം നടന്നില്ല എന്നുള്ളതാണ്. ഇവിടെ അറിഞ്ഞുകൊണ്ട് തന്നെ ഏകീകൃത ബലിയർപ്പണം നടക്കരുതേ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ ഗൂഢാലോചന നടന്നതായിട്ട് വേണം നമ്മൾ കരുതുവാൻ. കാരണം വിവാഹം പോലുള്ള ഒരു കൂദാശയോട് ചേർന്നുകൊണ്ട് 99% പരിശുദ്ധ ബലിയർപ്പണം നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു വൈദികന്റെ ഇരട്ട സഹോദരന്റെ സ്വന്തം ഇടവകയിൽ നടക്കുന്ന വിവാഹ കൂദാശ കർമ്മങ്ങളിൽ പരിശുദ്ധ ബലിയർപ്പണം നടന്നില്ല എന്നുള്ളത് വളരെ ചിന്തനീയമായ വിഷയമാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ബലിയർപ്പണം നടക്കാതിരുന്നത്? ഇവിടെ പരിശുദ്ധ ബലിയർപ്പണം നടന്നില്ലെങ്കിൽ പോലും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു നൽകി. ഈ വിശുദ്ധ കുർബാന എവിടെ നിന്ന് വന്നു? അതെന്താ? വിശുദ്ധ കുർബാന പലചരക്ക് കടയിൽ സാധനം വാങ്ങുന്നത് പോലെ വാങ്ങാൻ കിട്ടുന്നതാണോ? ഇവർ വിശുദ്ധ കുർബാന എവിടെ നിന്നാണ് ഇറക്കുമതി ചെയ്തത്? പരിശുദ്ധ ബലിയർപ്പണം നടക്കാതെ എറണാകുളം ബസിലിക്കയിൽ വിശുദ്ധ കുർബാന ഉണ്ടാകുവാനേ സാധ്യമല്ല. ഉണ്ടെങ്കിൽ തന്നെ എത്ര പേർക്ക് വേണ്ടി കൊടുക്കും? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മെത്രാൻ പദവിയിലുള്ള മെത്രാൻ സ്ഥാനീയനായ വ്യക്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ പോലും പരിശുദ്ധ ബലിയർപ്പണത്തെ അപമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധ ബലിയർപ്പണത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് ബലിയർപ്പണം നടത്താതിരിക്കുവാൻ തക്കവണ്ണം ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ്? ഇവിടെ ചതിക്കപ്പെട്ടവർ ആരൊക്കെയാണ്? ശരിക്കും ഈ വിവാഹ ചടങ്ങിലെ മുഖ്യ അതിഥികളായ, അല്ലെങ്കിൽ ഈ വിവാഹ ചടങ്ങിലെ മുഖ്യ കാർമ്മികരായ ഈ വധുവും വരനുമാണോ ചതിക്കപ്പെട്ടത്? അതോ അവരുടെ സഹോദരനായ വൈദികനാണോ ചതിക്കപ്പെട്ടത്? എറണാകുളം ബസിലിക്ക ഇടവക നിവാസികളാണോ ചതിക്കപ്പെട്ടത്? അതോ സീറോ മലബാർ സഭയാണോ ചതിക്കപ്പെട്ടത്? അതുമല്ലെങ്കിൽ മാർപ്പാപ്പയാണോ ചതിക്കപ്പെട്ടത്? കാരണം പരിശുദ്ധ ബലിയർപ്പണം, സഭയുടെ ഏകീകൃത ബലിയർപ്പണം എറണാകുളത്ത് നടപ്പിൽ വരുത്തണമെന്ന് നിർദ്ദേശം നൽകിയത്, കൽപ്പനയിറക്കിയത് പരിശുദ്ധ മാർപ്പാപ്പയാണ്. അപ്പോൾ മാർപ്പാപ്പയെ ചതിച്ച മിസ്റ്റർ മണവാളനെതിരെ, ആ ചതിക്ക് കൂട്ടുനിന്ന മാർ ജോസ് പുത്തൻ വീടിനെതിരെ എന്ത് നടപടിയാണ് സീറോ മലബാർ സഭാ നേതൃത്വം എടുക്കുവാൻ പോകുന്നത്? മെത്രാൻ സിനഡ് എടുക്കുവാൻ പോകുന്നത്? മേജർ ആർച്ച് ബിഷപ്പ് എടുക്കുവാൻ പോകുന്നത്? അതോ നിങ്ങൾ ഇവരോട് സഹാനുഭൂതി കാണിക്കുമോ? കുർബാന ഏതായാലും ചെല്ലിയില്ലല്ലോ, സാത്താൻ കുർബാന ചെല്ലിയില്ലല്ലോ എന്നുള്ള പരിഗണന കൊടുക്കുമോ? നിങ്ങൾ ഓർക്കേണ്ട കാര്യം, അവിടെ പരിശുദ്ധ ബലിയർപ്പണം നടന്നിരുന്നു എങ്കിൽ ഒരു വ്യക്തി പോലും അതിനെ എതിർക്കുവാൻ വരികയില്ലായിരുന്നു. കാരണം അതേ ഇടവകയിലെ ഒരു വൈദികന്റെ സഹോദരന്റെ വിവാഹ കൂദാശ കർമ്മമാണ് അവിടെ നടന്നത്. അതിലുപരി എറണാകുളം രൂപതയിലെ തന്നെ ഒരു മെത്രാൻ മുഖ്യ കാർമ്മികനാകുന്ന കർമ്മമാണ് അവിടെ നടന്നത്. ആയതിനാൽ തന്നെ എറണാകുളത്തുള്ള ഒരു വിശ്വാസികളും, അത് വിമതരായാലും സഭാസേനികളായാലും, ആ ചടങ്ങിനെ അലങ്കോലപ്പെടുത്തുവാൻ വരുവാൻ യാതൊരു തരത്തിലും സാധ്യതയില്ല. എന്നിട്ടും പരിശുദ്ധ ബലിയർപ്പണം അവിടെ നടന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ്? മാർ ജോസ് പുത്തൻ വീട്ടിലാണോ? അതോ വർഗീസ് മണവാളനാണോ? അതോ കുരിയ അംഗങ്ങളാണോ?
ആരൊക്കെയാണെങ്കിലും ഇവർക്കെതിരെ കർശന നടപടികളാണ് സഭാ നേതൃത്വം എടുക്കേണ്ടത്. ഇവിടെ ഈ വഞ്ചനാപരമായ കുറ്റം നടന്നു കഴിഞ്ഞപ്പോഴും സിനഡ് ഇതിനെതിരെ നടപടി എടുക്കുന്നില്ലെങ്കിൽ ഒരൊറ്റ ചോദ്യമാണ് സിനഡിനോടുള്ളത്: നിങ്ങൾക്ക് സഭാ വിശ്വാസികളോട് ഒരു കടപ്പാടുമില്ലേ മെത്രാൻ സിനഡ് എന്നാണ് വിശ്വാസികൾക്ക് സിനഡിനോട് ചോദിക്കുവാനുള്ളത്. നിങ്ങളുടെ മൂക്കിന് താഴെ നടന്ന ഈ സംഭവത്തിന് മുകളിൽ നിങ്ങൾ എന്ത് നടപടിയാണ് എടുക്കുവാൻ ഒരുങ്ങുന്നത്? മിസ്റ്റർ മണവാളനെതിരെ, ജോസ് പുത്തൻവീടലിനെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കും? മാർപ്പാപ്പയ്ക്കെതിരെ, കത്തോലിക്ക സഭയ്ക്കെതിരെ തെറ്റ് ചെയ്തവരാണിവർ. അതോ മാർ ബോസ്കോ പുത്തൂരിനോട് കാണിച്ച ഔദാര്യവും സ്വജന പക്ഷപാതവും നിങ്ങൾ ഇവിടെയും നടപ്പിൽ വരുത്തുമോ? സഭാവിശ്വാസികളോട് തെല്ലും കൂറില്ലാത്തവരാണോ സീറോ മലബാർ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പും സിനഡും എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. നമ്മൾക്കറിയാം, സ്വജന പക്ഷപാതം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മാർ ബോസ്കോ പുത്തൂരിനെ മാർപ്പാപ്പ വത്തിക്കാനിലേക്ക് വിളിച്ചു വരുത്തി രാജി ആവശ്യപ്പെട്ട കാര്യം വോയിസ് ഓഫ് ട്രൂത്ത് തന്നെ നിങ്ങളുടെ മുൻപിൽ എത്തിച്ചതാണ്. വത്തിക്കാനിലേക്ക് പോയ മാർ ബോസ്കോ പുത്തൂർ തീർത്തും ഒറ്റപ്പെട്ടവനായി, എല്ലാവരാലും തിരസ്കൃതനായി, വത്തിക്കാന്റെ ശകാരം ഏറ്റുവാങ്ങിക്കൊണ്ട് തൊപ്പി പോയ സ്ഥിതിയിലാണ്. നേരിട്ട് എറണാകുളത്തേക്ക് പോകാതെ തൃശൂർ വിശ്രമ ഭവനത്തിലേക്ക് കടന്നുപോയത് എന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ നമ്മൾക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മാർ ബോസ്കോ പുത്തൂരിന്റെ തൊപ്പി അടുത്ത 33 ദിവസത്തേക്ക് കൂടി തിരികെ നൽകിയിരിക്കുകയാണ്. കാരണം രാജി എഴുതി തന്നിട്ട് പോയാൽ മതി എന്ന് മാർ ബോസ്കോ പുത്തൂരിനോട് വത്തിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ, മാർപ്പാപ്പ ആവശ്യപ്പെട്ടപ്പോൾ വളരെ ഭംഗിയായി കരഞ്ഞ് എന്നെ നാണം കെടുത്തരുത്, ഇപ്പോൾ രാജി വാങ്ങിക്കഴിഞ്ഞാൽ എന്റെ മെത്രാൻ പദവിക്ക് കൂടി അത് നാണംകേടായി തീരുമെന്ന് കരഞ്ഞപേക്ഷിച്ച പുത്തൂരിന്റെ കഥയാണ് ഇപ്പോൾ കേൾക്കുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ മാർ ബോസ്കോ പുത്തൂരിന് വേണ്ടി മാർപ്പാപ്പയുടെ മുൻപിൽ, വത്തിക്കാന് മുൻപിൽ ജാമ്യം നിൽക്കുവാൻ തൃശൂർ ആർച്ച് ബിഷപ്പും നമ്മുടെ മേജറും ഒരുപോലെ നിന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. അതിന് അവര് പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമയത്ത് മാർ ബോസ്കോ പുത്തൂരിനെ ചവിട്ടി പുറത്താക്കിയാൽ അല്ലെങ്കിൽ സ്ഥാനം തിരിച്ചു വാങ്ങി പുറത്തേക്ക് പറഞ്ഞു വിട്ടാൽ അത് തൃശൂർ രൂപതയിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം ഇതേ കാരണത്തിന് പുറത്താക്കപ്പെടുന്ന തൃശൂരെ രണ്ടാമത്തെ മെത്രാനായി മാറും ഇദ്ദേഹം. അത് തൃശൂർ രൂപതയിലെ വിമത സ്വഭാവം ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന ചില വൈദികർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകും. അവർ പറയും, തൃശൂർ രൂപതയിലെ മെത്രാന്മാരെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, ഇവർ ഒരു കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാൻ പ്രബലരല്ല, ആയതിനാൽ തന്നെ ഞങ്ങളും ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നടക്കും എന്നൊരു സ്ഥിതി വന്നാൽ അത് തൃശൂർ രൂപതയ്ക്ക് മാനഹാനി ഉണ്ടാക്കും, നാണക്കേടുണ്ടാക്കും, അതിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും. അതിലുപരി തൃശൂർക്കാരനായ മേജർ ആർച്ച് ബിഷപ്പ്, സഭയുടെ തലവന് അതൊരു മാനഹാനിക്ക് കാരണമാകും, അതൊരു നാണക്കേടിന് കാരണമാകും, അതൊരു പരാജയത്തിന് കാരണമാകും. ആയതിനാൽ തന്നെ മാർ ബോസ്കോ പുത്തൂരിന് കുറച്ച് സമയം കൂടി അനുവദിക്കണമെന്ന് അപേക്ഷിച്ചതായിട്ടാണ് നമ്മൾക്കറിയുവാൻ സാധിക്കുന്നത്. അവർ മാർപ്പാപ്പയ്ക്കും വത്തിക്കാനും ഈ ഒരു ഉറപ്പ് കൊടുത്തു. മാർപ്പാപ്പ എന്ത് പറയുന്നു, മാർപ്പാപ്പ എങ്ങനെ പറയുന്നു, അതേപടി മാർ ബോസ്കോ പുത്തൂർ അനുസരിച്ചിരിക്കും. ഈ ഒരു ഉറപ്പ് എഴുതി കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് 33 ദിവസത്തേക്ക് തൊപ്പി തിരികെ നൽകിയത് എന്നാണ് നമ്മൾക്ക് അറിയുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ജാമ്യ വ്യവസ്ഥ പോലെ തന്നെ മാർ ബോസ്കോ പുത്തൂരിനോട് അദ്ദേഹത്തിന്റെ രാജി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി എഴുതി വാങ്ങിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഈ രാജി സ്വീകരിച്ചുകൊണ്ട് മാർ ബോസ്കോ പുത്തൂരിന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുവാൻ വത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ ചിലരുടെ തൊപ്പികൾ നഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലർ തൊപ്പികൾ കരസ്ഥമാക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ്. അത്തരത്തിലൊരു വൈദികനാണ് ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടിൽ. അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയുന്നത് അദ്ദേഹം വൈദികനായത് തന്നെ മെത്രാനാകുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ആഗ്രഹം എല്ലാ വൈദികരിലും ഉണ്ടാകും. വൈദികരാകുന്ന എല്ലാവരും മനസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ആഗ്രഹിക്കും, ഒരു മെത്രാനാകുവാൻ എനിക്കും അവസരം കിട്ടുമോ, എനിക്കും ഒരു മെത്രാനാകണമേ എന്ന് മനസ്സിലെങ്കിലും പ്രാർത്ഥിക്കാത്ത ഒരു വൈദികരും കാണത്തില്ല. ചിലപ്പോൾ കണ്ടേക്കാം മുരിക്കൻ പിതാവിനെ പോലെ സ്വയം മെത്രാൻ സ്ഥാനം ഒഴിഞ്ഞ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നുപോയ അദ്ദേഹത്തെ പോലെ വളരെ ചുരുക്കമായ ആളുകൾ കണ്ടേക്കാം.
അല്ലാത്ത പക്ഷം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മെത്രാനാവുക എന്നുള്ളത്. അതെല്ലാവർക്കും സാധ്യമാവുകയില്ല. എങ്കിലും സ്വപ്നം കാണുവാൻ ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടിൽ അങ്ങനെ ഒരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാൻ ഒക്കത്തില്ല. അത് ഏതൊരു വൈദികന്റെയും അവകാശമാണ്, ആഗ്രഹമാണ്. നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുന്നുമില്ല. പണ്ടൊക്കെ വിശ്വാസികൾ വിചാരിച്ചു കൊണ്ടിരുന്നത് ഒരു മെത്രാൻ ഉണ്ടാകുമ്പോൾ അതിന് പുറകിൽ മറ്റുള്ള മെത്രാന്മാരുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളുമാണെന്നുള്ളതാണ്. എന്നാൽ അത് സത്യമല്ല എന്ന് ഇന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. ഇന്ന് ജനങ്ങൾ പറയുന്നത് ഇത് മെത്രാൻ സമിതിയിലെ മെത്രാന്മാരുടെ ഗ്രൂപ്പ് കളിയും തട്ടിപ്പും സ്വജന പക്ഷപാതവുമാണ്. ഇവരുടെ ശുപാർശ അനുസരിച്ചാണ് മെത്രാന്മാർ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ സിനഡിന് അബദ്ധവും പറ്റിയിട്ടുണ്ട്. അവർ വിശ്വാസപൂർവ്വം തെരഞ്ഞെടുക്കുന്ന ചില മെത്രാന്മാർ അതിനുശേഷം അവരുടെ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സഭയെ അനുസരിക്കാതെ സഭയെ ശിഥിലപ്പെടുത്തുവാൻ നോക്കുമ്പോൾ, നാട്ടുരാജാക്കന്മാരെ പോലെ പ്രവർത്തിക്കുമ്പോൾ, സിനഡിന് കീഴ്പ്പെടാതെ നിൽക്കുമ്പോൾ, ഇത് സിനഡിന് പറ്റുന്ന അബദ്ധങ്ങളിൽ ചിലത് മാത്രമാണ്. എല്ലാ മെത്രാന്മാരും അങ്ങനെയാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. നല്ല ചൈതന്യമുള്ള മെത്രാന്മാരും ഇവരിലുണ്ട്. എന്നാൽ എല്ലാവരുമല്ല. ബൈബിളിൽ പറയുന്നത് പോലെ എല്ലാവരുമല്ല. എന്തൊക്കെയായാലും മെത്രാന്മാരെ അടച്ചു കുറ്റപ്പെടുത്തുവാനും സാധിക്കുകയില്ല. കാരണം എറണാകുളത്തെ വൈദിക സമിതി എന്നുള്ള തട്ടിക്കൂട്ട് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വൈദിക ലോഹവേഷധാരികൾ കാണിക്കുന്ന കോപ്രായങ്ങളും സമരങ്ങളും സഭയ്ക്കെതിരായിട്ടുള്ള കൊടിപിടുത്തങ്ങളും മാർപ്പാപ്പയ്ക്ക് പോലും എതിരായിട്ട് സമരം ചെയ്യുമ്പോൾ, ഞങ്ങൾ അനുസരിക്കത്തില്ലെന്ന് പറയുമ്പോൾ, തോന്നിയവാസം കാണിക്കുമ്പോൾ, അൾത്താര പോലും കവല പ്രസംഗത്തിന് ഉപയോഗിക്കുമ്പോൾ മെത്രാന്മാർ ചിന്തിച്ചേക്കാം, ഈ വൈദികർക്ക് ഇതൊക്കെ ചെയ്യാമെങ്കിൽ ഞങ്ങൾ ഒന്നുമല്ലെങ്കിലും മെത്രാന്മാരല്ലേ, കുറച്ചൊക്കെ ഞങ്ങൾക്കും ചെയ്യത്തില്ലേ എന്നവർ ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്തുവാനും സാധിക്കുകയില്ല. ഇവിടെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, സിനഡിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, മെത്രാൻ സമിതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, ആ വിശ്വാസം തിരിച്ചു പിടിക്കേണ്ട കടമയും കർത്തവ്യവും ഉത്തരവാദിത്വവും മെത്രാൻ സമിതിക്കാണ്, പിതാക്കന്മാർക്കാണെന്നുള്ളത് സ്നേഹമുള്ള പിതാക്കന്മാർ ഓർക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളിലുള്ള വിശ്വാസം വിശ്വാസികൾക്ക് നഷ്ടപ്പെടുവാൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ തന്നെയാണ് കാരണം. ആവശ്യ സമയങ്ങളിൽ നടപടിയെടുക്കാതെ മെല്ലപ്പോക്ക് സമ്പ്രദായം പിന്തുടർന്ന് സ്വജന പക്ഷപാതം കാണിക്കുന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയത് എന്നുള്ള സത്യം നിങ്ങളോട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിതാക്കന്മാരെ. ഇവിടെ എറണാകുളത്ത് വൈദിക ഗൂഢാലോചന നടന്ന് സഭയുടെ ഏകീകൃത ബലിയർപ്പണത്തെ പോലും അട്ടിമറിച്ചപ്പോൾ വൈദികരുടെ ഇടയിലും ഒരു വേർതിരിവുണ്ടായി. അവരും 3 ഭാഗമായിട്ട് മാറി. ഈ വൈദിക ഗൂഢാലോചന സംഘങ്ങളിലുള്ള ലോഹ തൊഴിലാളികൾ 1-ാം ഭാഗമായി. ഇവർ പൂർണ്ണമായും വിമതരാണ്. രണ്ടാമത്തെ ഒരു ഭാഗം പൂർണ്ണമായും സഭയോടൊപ്പം നിൽക്കുന്ന സഭാ സ്നേഹികളായ വൈദികർ. 3-ാമത്തെ ഒരു ഭാഗമുണ്ട്. ഇവരെയാണ് സൂക്ഷിക്കേണ്ടത്. ഇവർ പൂർണ്ണമായും വിമതരുമല്ല, എന്നാൽ സഭയെ പൂർണ്ണമായും അനുസരിക്കുകയോ അതിന് കീഴ്പ്പെടുകയോ ചെയ്യുകയുമില്ല. 2 സ്ഥലങ്ങളിൽ നിൽക്കും. 2 വള്ളത്തിൽ കാലി ചവിട്ടുന്നവർ, മാമോനെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കുന്നവർ, പരിശുദ്ധ ബലിയർപ്പണവും വിമത കുർബാനയും അല്ലെങ്കിൽ സഭ നിരോധിച്ച സാത്താൻ കുർബാനയും ഒരുപോലെ ചെല്ലുന്നവർ. ഇവരെയാണ് സൂക്ഷിക്കേണ്ടത്. കാര്യം ഇവർക്കൊരു ഉറപ്പില്ലാത്തവരാണ്. അങ്ങനെ അവിടെയും ഇവിടെയും നിൽക്കുന്നവരുടെ കൂട്ടത്തിലുള്ളയാളാണ് ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടിൽ എന്ന വൈദികൻ. അദ്ദേഹം സഭയെയും അനുസരിക്കുന്നുണ്ട്, അദ്ദേഹം വിമതരോടൊപ്പം നിൽക്കുന്നുമുണ്ട്. മെത്രാനാകണമെന്നുള്ള അദ്ദേഹത്തിന്റെ പരമകാഷ്ഠയിലുള്ള ആഗ്രഹം നിറവേറ്റണമെങ്കിൽ സഭയോടൊപ്പം നിന്നേ പറ്റൂ. സഭയോടൊപ്പം നിൽക്കാത്തവരെ മെത്രാനാക്കുകയില്ല. ആയതിനാൽ തന്നെ നിവൃത്തികേട് കൊണ്ടോ സ്വന്തം ഇഷ്ടം കൊണ്ടോ അദ്ദേഹം സഭയെയും അനുസരിക്കുന്നുണ്ട്. അങ്ങനെയാണ് വിമതരുടെ പിടിയിലമർന്ന് കുത്തഴിഞ്ഞു കിടന്നിരുന്ന എറണാകുളം മൈനർ സെമിനാരിയിലേക്ക് റെക്ടറുടെ പദവിയിലേക്ക് ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടിൽ വരുന്നത്. അങ്ങനെ വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹവും അതേ സമയത്ത് നിയമിതനായ ഫാദർ വർഗീസ് മണവാളനും സഭയ്ക്ക് എഴുതി കൊടുത്തിരുന്നു, ഞങ്ങൾ പൂർണ്ണമായിട്ടും ഏകീകൃത ബലിയർപ്പണം നടത്തുകയും അതിനു വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഏകീകൃത ബലിയർപ്പണം മാത്രമേ നടത്തുകയുള്ളൂ എന്നും എഴുതി കൊടുത്തതിന് ശേഷമാണ് ഈ 2 വ്യക്തികളും അവരവരുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് നീങ്ങിയത്. ഇവിടെ ജിമ്മി പൂച്ചേക്കാട്ടിൽ പരോക്ഷമായെങ്കിലും
അത് നിറവേറ്റി എന്ന് പറയേണ്ടി വരും. കാരണം മൈനർ സെമിനാരിയിൽ ആഴ്ചയിൽ ഒരു ദിവസം അദ്ദേഹം ഏകീകൃത ബലിയർപ്പണം നടത്തുന്നുണ്ട്. അത് തിങ്കളാഴ്ച ദിവസമെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. മറ്റുള്ള ദിവസങ്ങളിലും അവിടെ ഏകീകൃത ബലിയർപ്പണമാണ് മറ്റു വൈദികർ അർപ്പിക്കുന്നത്. എന്നാൽ മണവാളനെ പോലെ സഭയെ പൂർണ്ണമായിട്ടും ചതിക്കുവാൻ ജിമ്മി പൂച്ചേക്കാട്ടിൽ ഒരുമ്പെട്ടില്ല. എങ്കിലും അദ്ദേഹം ഇപ്പോഴും രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടുന്ന വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടലിനെ മൈനർ സെമിനാരിയുടെ റെക്ടർ ആക്കുമ്പോൾ എല്ലാം ശരിയായി, എല്ലാം ശരിയാകും എന്ന് സഭാ നേതൃത്വം വിശ്വസിച്ചിരുന്നു. അറിയുകയില്ല. ഇവിടെ ജിമ്മി പൂച്ചേക്കാട്ടിൽ കാണിച്ച രണ്ടാമത്തെ വിമത പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, തൃക്കാക്കര അമ്പലത്തിനടുത്ത് യൂണിവേഴ്സിറ്റി സെന്റ് ജോൺസ് ദേവാലയത്തിന് കീഴിലുള്ള കോൺവെന്റിൽ കഴിഞ്ഞ ആഴ്ച വരെ ലത്തീൻ സമ്പ്രദായത്തിലാണ് ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടിൽ ബലിയർപ്പണം നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച മുതൽ സഭ നിരോധിച്ച സീറോ മലബാർ സഭയുടെ ജനാഭിമുഖ കുർബാന അല്ലെങ്കിൽ സാത്താൻ കുർബാനയാണ് അദ്ദേഹം അവിടെ അർപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഏകീകൃത ബലിയർപ്പണവും മറ്റൊരു സ്ഥലത്ത് സഭ നിരോധിച്ച സാത്താൻ കുർബാനയും. അങ്ങനെ ദൈവത്തെയും മാമോനെയും ഒരുപോലെ പൂജിക്കുന്ന, മെത്രാസ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടിലെന്ന് വിശ്വാസികൾ ചോദിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തെ എന്താണ് വിളിക്കേണ്ടത്? സമയവും കാലവും അനുസരിച്ച് നിറം മാറുന്ന ഓന്തെന്നോ അതോ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടി വരുമോ? ഏതായാലും ഇതിന്റെ ഭാഗമായി ആ മഠത്തിൽ ഉണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീ യൂണിവേഴ്സിറ്റി സെന്റ് ജോൺസ് ദേവാലയത്തില് കാറ്റക്കിസം സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ട് സേവനം ചെയ്തു വരികയായിരുന്നു. എന്നാൽ അവർ താമസിക്കുന്ന മഠത്തിൽ സാത്താൻ കുർബാന നടക്കുകയും ഇവരൊക്കെ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് നിമിത്തം ജനങ്ങൾക്കുണ്ടാകുന്ന വിശ്വാസ തകർച്ച ഒഴിവാക്കുവാൻ സെന്റ് ജോൺസ് ദേവാലയ അധികൃതർ ഈ കന്യാസ്ത്രീയെ അവിടുത്തെ ഹെഡ് മിനിസ്റ്റേഴ്സ് പദവിയിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ള കാര്യവും ഇവിടെ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ആർക്കാണ്? അത് ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടിലിന് തന്നെയാണ്. രണ്ട് സ്ഥലത്ത് രണ്ട് രീതിയിൽ സഭയെയും വിമതരെയും ഒരുപോലെ സുഖിപ്പിച്ചു നിർത്തുന്ന ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടിൽ ശരിക്കും ആരോടൊപ്പമാണ്? സഭയോടൊപ്പമോ മാർപ്പാപ്പയോടൊപ്പമോ അതോ എറണാകുളം വിമതരോടൊപ്പമോ? ഇങ്ങനെയുള്ള ഒരു വ്യക്തി മെത്രാനാകുവാൻ ആഗ്രഹിച്ചാൽ സഭ ആരോടൊപ്പമാണ് നിൽക്കേണ്ടത്? ഇതാണ് മെത്രാൻ സമിതി അല്ലെങ്കിൽ സഭാ പിതാക്കന്മാർ ചിന്തിക്കേണ്ട ഒരു വസ്തുത. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ മനസാക്ഷിക്കനുസരിച്ച് വേണം ഒരു വ്യക്തിയെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ, അല്ലാതെ ആരുടെയും ശുപാർശ കൊണ്ടായിരിക്കരുത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടിന്റെ സഹപാഠിയായ ഒരു ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭയിലുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്. ഇദ്ദേഹത്തിന് ഒരു ഓഫർ കൊടുത്തു. താങ്കൾ എറണാകുളത്ത് ഏകീകൃത ബലിയർപ്പണം നടത്തുവാൻ സഹായിച്ചാൽ, അതിന് മുൻപിൽ നിന്നാൽ താങ്കളെ മെത്രാൻ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ഞാനത് ചെയ്യാം. മറ്റു ചില മെത്രാന്മാരെ കൊണ്ട് അതിന് സപ്പോർട്ടും ചെയ്യിക്കാം എന്നുള്ളൊരു ഓഫർ ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഇങ്ങനെയുള്ള അവസരത്തിൽ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടിൽ ഇപ്പോഴും കോൺവെന്റിൽ സാത്താൻ ബലിയർപ്പണമാണ് എന്ന് വെച്ചാൽ സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാനയാണ് ചെല്ലുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് സഭയുടെ ബലിയർപ്പണവും മറുസ്ഥലത്ത് സാത്താൻ ബലിയർപ്പണവും നടത്തുന്ന ജിമ്മി പൂച്ചേക്കാട്ടിൽ എന്ന വൈദികനാണ് എറണാകുളത്തുള്ള വൈദികരെ കൊണ്ട് ഏകീകൃത ബലിയർപ്പണം നടത്തുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും ഒരു വിരോധാഭാസമാണ്. ഇതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസം ഒരു ധ്യാന കേന്ദ്രത്തിൽ ഇദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ്. അവിടെ 150ഓളം വരുന്ന എറണാകുളത്തെ വൈദികർ ഇദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇവരൊക്കെ പങ്കെടുത്തത് ഇവർക്കൊക്കെ അറിയാം, ആസന്ന ഭാവിയിൽ ഏകീകൃത ബലിയർപ്പണം നടത്തിയില്ലെങ്കിൽ ലോക നഷ്ടപ്പെട്ട് സഭയിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇത്തരം ഒരു അവസരം പ്രയോജനപ്പെടുത്തിയേക്കാം എന്ന് അവർ ചിന്തിച്ചു കാണും. എന്തായാലും ഈ പ്രശ്നങ്ങളും നടപടികളും ഒക്കെ വത്തിക്കാനിലും എത്തിക്കഴിഞ്ഞു എന്ന് വേണം കരുതുവാൻ. കാരണം വത്തിക്കാൻ ന്യൂൻഷോ ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടലിനെ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹം അനധികൃതമായി വിളിച്ചു ചേർത്ത ഈ വൈദിക സമ്മേളനത്തിനെ പറ്റി ചോദിക്കാനാണോ അതോ അദ്ദേഹത്തിന്റെ സഹപാഠിയായ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന് കൊടുത്ത ഓഫറിനെ പറ്റി സംസാരിക്കാനാണോ അതോ മറ്റു വല്ല കാര്യത്തിനുമാണോ എന്നുള്ളത്
നമ്മൾക്കറിവില്ല. ഏതായാലും ന്യൂട്രോയുമായുള്ള മീറ്റിംഗ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾക്കറിയുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും രണ്ടു വള്ളത്തിൽ കാലി ചവിട്ടുകയും മാർപ്പാപ്പയോടും സിനഡിനോടും സീറോ മലബാർ സഭയോടും ഫാദർ ജിമ്മി പൂച്ചേക്കാട്ടിൽ ഇപ്പോഴും പൂർണ്ണമായും കൂറ് കാണിക്കാത്ത, പരോക്ഷമായി കൂറ് കാണിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല, പൂർണ്ണമായ വിധേയത്വവും കൂറും കാണിക്കാത്ത, പാരമ്പര്യത്തോട് സ്നേഹമില്ലാത്ത ഇത്തരം ആളുകളെ മെത്രാൻ പദവിയിലേക്ക് ശുപാർശ ചെയ്യണമോ എന്നുള്ളത് ബഹുമാനപ്പെട്ട സഭാ പിതാക്കന്മാർ ചിന്തിക്കണം. സിനഡ് മെത്രാൻ സമിതി ചിന്തിക്കണം. നിങ്ങൾ ആരെയാണ് ശുപാർശ ചെയ്യുന്നത്? അത് ഭാവിയിലേക്ക് വിശ്വാസികൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നവരെയാണോ? സഭയുടെ പാരമ്പര്യത്തോടൊപ്പം നിൽക്കുന്നവരെയാണോ? സഭയുടെ വിശ്വാസങ്ങളോട് ഒപ്പം നിൽക്കുന്നവരെയാണോ? മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നവരെയാണോ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതിന് പരിശുദ്ധാത്മാവിന്റെ പേരിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പിൽ വരുത്താതിരിക്കുവാൻ മെത്രാന്മാർ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ബഹുമാനപ്പെട്ട പിതാക്കന്മാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളൂ. എന്തൊക്കെയായാലും പരിശുദ്ധാത്മാവിനെതിരായിട്ട് ചിന്തിച്ചുകൊണ്ട് സഭയ്ക്കെതിരെ നിൽക്കുന്ന, ഏകീകൃത കുർബാനക്കെതിരെ നിൽക്കുന്ന, സഭാവിശ്വാസത്തിനും പാരമ്പര്യത്തിനും എതിരെ നിൽക്കുന്ന ആളുകളെ മെത്രാൻ സ്ഥാനത്തേക്ക് നിങ്ങൾ ശുപാർശ ചെയ്താൽ അവിടെ ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമുണ്ടായിരിക്കുകയില്ല എന്നുള്ള സത്യവും നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെയായാലും ആരൊക്കെ ഏകീകൃത കുർബാന ചൊല്ലിയാലും, ആരൊക്കെ ഏകീകൃത കുർബാന ചൊല്ലിച്ചാലും, ഏകീകൃത കുർബാന അർപ്പിക്കാത്തവരൊക്കെ പൗരോഹിത്യ വൃത്തിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഉടനെ തന്നെ എറണാകുളത്തും ഏകീകൃത ബലിയർപ്പണം നമുക്ക് പ്രതീക്ഷിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ അവിടെ ഉണ്ടാകും. അല്ലാത്തവർക്ക് സഭയുടെ പുറത്തേക്കുള്ള വഴി ഇതാ വത്തിക്കാൻ തുറന്നിരിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നത് വരെ നന്ദി, നമസ്കാരം.